മൺമറഞ്ഞുപോയ നാടൻ കലാരൂപമായ സീതകളിക്ക് വീണ്ടും പുത്തനുണർവ്. ഒരു കാലത്ത് കൊല്ലം പെരുന്നാട്ടിലെ വീട്ടുമുറ്റങ്ങളിൽ ഓണക്കാലത്ത് നിറഞ്ഞു നിന്ന സീതകളി 3 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജനകീയ കലാരൂപമായി മാറുന്നു. കൊല്ലം പ്രാക്കുളം ഗവൺമെന്റ് LPSൽ സീതയും രാമനുമൊക്കെ കുരുന്നുകളിലേക്ക് ഇറങ്ങി വന്നു. ടിവികളിലും പേപ്പർ താളുകളിലും മാത്രം കണ്ട സീതയും രാമനുമൊക്കെ കഥാപാത്രങ്ങളായി സ്കൂൾ മുറ്റത്ത് അവതരിച്ചപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ജിജ്ഞാസയും കൗതുകവും. കേരളത്തിലെ അനിഷ്ടമായ കഥകളിൽ ഒന്നാണ് സീതക്കളി. നമ്മുടെ കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്താണ് ഇത് രൂപം കൊണ്ടത്. പ്രകൃതിയിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടാണ് ഇതിന്റെ കളി സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ഇപ്പൊ ഈ നാടകം കണ്ടായിരുന്നോ മോൻ അത് എൻജോയ് ചെയ്തോ? എന്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. മോൻ അത് കണ്ട കാര്യങ്ങളൊക്കെ പറ. രാവണൻ തട്ടിക്കൊണ്ടുപോയത്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ കിഴക്കൻ മേഖലകളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സീതകളി പെരുന്നാട്ടിൽ 1980-കൾ വരെ വീടുതോറും അവതരിപ്പിച്ചിരുന്നു. സീതയുടെ വനയാത്ര മുതൽ സ്വർഗാരോഹണം വരെയുള്ള രാമായണ കഥാഭാഗങ്ങളാണ് സീതകളിയുടെ പ്രമേയം. സീതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന അവതരണ രീതിയും ലളിതമായ പാട്ടുകളും ആരെയും ആകർഷിക്കും. രാവണനും ലക്ഷ്മണനും ശൂർപ്പണഖയും അലറി സ്കൂൾ മുറ്റത്ത് നിറഞ്ഞാടിയപ്പോൾ കുരുന്നുകളിൽ ചിലർ പേടിച്ചു കരഞ്ഞു, ചിലർ ഓടി രക്ഷപ്പെട്ടു. അതൊരു കഥയല്ലേ, നമ്മുടെ പുരാണമല്ലേ, നമ്മളെ കണ്ടു വളർന്ന വിശ്വാസങ്ങളാണ് അതെല്ലാം. അതിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. പക്ഷേ ഇവിടെ മൊത്തം അവതരിപ്പിക്കാൻ പറ്റിയില്ല, അതിനുള്ള സ്പേസ് ഇല്ലാതായിപ്പോയി. ഒരുപാട് 28ഓളം പാട്ടുകളുണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്. രാവണ വധമൊക്കെ തന്നെ ഉണ്ട്. അത് വലിയൊരു രീതിയിലാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതൊന്നും ഇവിടെ കാണിക്കാൻ പറ്റിയില്ല. എന്നാലും ഈ കുട്ടികളോടൊപ്പം ഈ ഓണത്തിന് ഇങ്ങനെ വലിയൊരു ആഘോഷത്തിൽ പങ്കെടുത്തത് വലിയൊരു സന്തോഷമുണ്ട്. ഇതുവരെ ഈ ഒരു കഥാപാത്രം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ സീത അവഗണിക്കപ്പെട്ടോ, ഒറ്റപ്പെട്ടോ? ഒരു പരിധി വരെ സീത ഒറ്റപ്പെട്ടു. ശൂർപ്പണഖയെ കൊണ്ടാണ് ഈ യുദ്ധം തുടങ്ങാനുള്ള കാരണം. ശൂർപ്പണഖ കാരണമാണ് യുദ്ധം തുടങ്ങുന്നത്. രാമന്റെ സഹോദരിയെ ലക്ഷ്മണനെയും രാമനെയും കണ്ടപ്പോൾ ശൂർപ്പണഖയ്ക്ക് അവരോടൊരു പ്രണയം തോന്നി. ഈ പ്രണയത്തിൽ ആരും തന്നെ വിവാഹം കഴിക്കുമെന്ന് വിചാരിച്ച് ചോദിക്കുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അത് നമ്മൾ യുദ്ധം ചെയ്ത് ലാസ്റ്റ് ശൂർപ്പണയുടെ മൂലയിൽ ചെത്തിക്കളയുന്നതിലൂടെയാണ് ഈ യുദ്ധം തുടങ്ങുന്നത്. കാലക്രമത്തിൽ വിസ്മൃതിയിലായ സീതകളിയെ 2017 കേരള സാംസ്കാരിക വകുപ്പിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരിനാട് പഞ്ചായത്ത് കലാകാരന്മാർ, പ്രാദേശിക കലാസമിതികൾ എന്നിവർ ചേർന്ന് പുനരവതരിപ്പിച്ചു. പെരിനാട് സീതകളി അക്കാദമിയുടെയും കലാസംഘങ്ങളുടെയും നേതൃത്വത്തിൽ പുതിയ തലമുറയിലേക്കും ഈ പാരമ്പര്യം കൈമാറി. ഇതേ സ്കൂളിലെ ഇരട്ടകളായ ശിവന്യ, ശിവാനി എന്നിവർ മാൻപേടകളായി സംഘത്തോടൊപ്പം അണിചേർന്നു. അതിപുരാതനമായ ഒരു കലാരൂപം, ആ കലാരൂപത്തെ മൺമറഞ്ഞു പോയി എന്ന് കരുതിയതാണ്. പക്ഷെ അത് പെരിനാടുള്ള ഇടതുപക്ഷ പ്രവർത്തകർ ചേർന്നിട്ടാണ് ഈ ഒരു കലാരൂപത്തെ വീണ്ടെടുത്തതും ഇന്ന് 250-ലധികം അല്ലെങ്കിൽ 300ഓളം വേദികളിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നതും പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്നതും. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.